അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായാലും ഇത് നമ്മുടെ കോഡഡ് റിവേഴ്സ് ഇൻഈക്വാലിറ്റീസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈസി ആയിട്ട് അല്ലേ. നമുക്കറിയാം, അതായത് മെയിൻസിലാണ് ഞാൻ പറഞ്ഞു കോഡഡ് റിവേഴ്സ് ഇൻഈക്വാലിറ്റീസ് കുറച്ചും കൂടെ നമ്മൾ അതിൻ്റെ ഒരു പോസിബിലിറ്റി കൂടുതൽ മെയിൻസിലാണ്. ഇൻ കേസ് അല്ലേ നമ്മുടെ അതായത് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ നമുക്ക് ഭയങ്കര കോമ്പറ്റീഷനാണ്. കാരണം ഇന്ത്യ മുഴുവനും രാജ്യം മുഴുവനും ആൾക്കാർ എഴുതും, എന്താ പറയുക, ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാർ സ്റ്റുഡൻസ് നമ്മുടെ ഈ എക്സാമിനേഷൻ എഴുതുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ പ്രിലിമിനറി ലെവൽ എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ഫിൽട്ടർ ഔട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങാരും കോഡഡ് ഇൻഈക്വാലിറ്റീസിൻ്റെ റിവേഴ്സ് ചോദിച്ചാൽ നമുക്കറിയാം പ്രിലിമിനറി എക്സാമിനേഷനിൽ നമുക്ക് ടൈം, അതായത് നമുക്ക് കുറച്ച് സമയം ഉണ്ടാവുള്ളൂ അല്ലേ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് മാക്സിമം 2-3 സെക്കൻഡിലൊക്കെ നമുക്ക് ആൻസർ ചെയ്യേണ്ട ഒരു ഒരു സിറ്റുവേഷനാണ് നമ്മുടെ പ്രിലിമിനറി എക്സാമിനേഷനിൽ. അപ്പോൾ കണ്ടു തന്നെ നമുക്ക് ആൻസർ നമുക്ക് പറയാൻ പറ്റണം. സോ അതിനാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ തിയറി നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ പ്രിലിമിനറി എക്സാമിനേഷന് പോകുമ്പോഴും നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ, ഈ കോൺസെപ്റ്റും അല്ലെങ്കിൽ ഈ ഒരു സംഭവങ്ങളെക്കുറിച്ചുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. നമ്മൾ പറയുമ്പോൾ 90% അവർ ചോദിക്കില്ല. എങ്ങാനും ചോദിച്ചാൽ നമ്മളത് എഴുതാൻ, നമ്മളതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പ്രിപ്പയർഡ് ആയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻഈക്വാലിറ്റീസ് പോലെ അത്രയും ഈസിയായി നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റണ ഒരു വേറൊരു ചാപ്റ്റർ നമ്മുടെ റീസണിങ്ങിൽ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ അതുകൊണ്ട് ഈ ചാപ്റ്റർ നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ എഴുതാൻ നമ്മൾ കേപ്പബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ്റെ അതിൻ്റെ അതിൻ്റെ ആ കോഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. കോഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. സോ ആ കോഡ് എന്താണെന്ന് പറഞ്ഞത് വെച്ചിട്ടാണ് നമ്മൾ ഈ മാജിക്കൽ ബോക്സ് വരച്ചത്. പിന്നെ നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാം. അതായത് നമ്മുടെ ഈ ഒരു നമ്മുടെ സിമ്പിൾസിന്, നമ്മുടെ ഈ ഒരു കോഡ് ലാംഗ്വേജിന് നമ്മുടെ റെസ്പെക്റ്റീവ് സിമ്പിൾസും കാര്യങ്ങളും കൊടുത്ത ആ രീതിയിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ചെയ്ത് കാണിച്ചായിരുന്നു. അതല്ലാതെ ഈസിയായ രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതായിരുന്നു എനിക്ക് തോന്നുന്നു ഏകദേശം 2-2.5-3 മണിക്കൂറോളം നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മളിത് വീഡിയോ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പം 3 അല്ലെങ്കിൽ 4 സെഷൻസ് അല്ലേ, 3-4 സെഷൻസ് ആയിട്ടായിരിക്കും ഈ ഒരു തിയറി പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, നമ്മൾ കുറച്ച് എക്സാമ്പിൾസേ നോക്കണുള്ളൂ. എക്സ് $E, Y %E, definitely true. ഓക്കെ, അപ്പം ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. A star Y $X @D %E #U. രണ്ടാമത്തത് A #Y star X $D @E #U. മൂന്നാമത്തത് A #Y #X %D %E *U. നാലാമത്തത് A @Y %X @E @U *Y. None of these. Okay. Y %E. നോക്കിക്കോൾ. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് നമ്മുടെ കണ്ടീഷനാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. നമ്മുടെ കണ്ടീഷൻ എന്താണ്? നമ്മുടെ കണ്ടീഷൻ ഡെഫിനിറ്റ്ലി ട്രൂ ആണ്. നമ്മുടെ കണ്ടീഷൻ ഡെഫിനിറ്റ്ലി ട്രൂ ആണ്. സോ ഡെഫിനിറ്റ്ലി ട്രൂ ആണെങ്കിൽ നമുക്കറിയാം അല്ലേ, നമുക്കിവിടെ ഒന്നാമത് കിട്ടേണ്ട സിമ്പൽ ഡോളറാണ്. ഡോളർ എന്ന് പറയുന്നത് എവിടെയാണ് അതിൻ്റെ പൊസിഷൻ? ഡോളർ എന്ന് പറയുന്നത് ബോട്ടം റൈറ്റ് കോർണറിലാണ് അതിൻ്റെ പൊസിഷൻ. നമുക്കിവിടെ കിട്ടേണ്ടത് ഡോളറാണ്. ബോട്ടം റൈറ്റ് കോർണറാണ്. ബോട്ടം റൈറ്റ് കോർണറിലുള്ള ആളാണ് ഡോളർ. അതേപോലെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ആളാണ്.
ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ആളാണ്. നമുക്കപ്പോൾ ഈ സിമ്പൽ തന്നെയാണ് കിട്ടേണ്ടത് അല്ലേ? അതായത് നമുക്ക് ഡെഫിനിറ്റ്ലി ട്രൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ ഡെഫിനിറ്റ്ലി ട്രൂ ആണെങ്കിൽ നമുക്കറിയാം നമുക്ക് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് സെയിം ഡയറക്ഷനും കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനും. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ബോട്ടം റൈറ്റ് കോർണറിലെ പോസിബിലിറ്റീസ് എന്താണ്? ഇങ്ങനെ വരും അല്ലേ? ഇതാണ് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ബോട്ടം റൈറ്റ് കോർണറിൻ്റെ പോസിബിലിറ്റി ഇതാണ്. ഒന്നെങ്കിൽ സെൻറ്ററിലുള്ളതും ബോട്ടം റൈറ്റ് കോർണറിലുള്ളതിൻ്റെയും കോമ്പിനേഷൻസ് ആവാം, അല്ലെങ്കിൽ ബോട്ടം റൈറ്റ് കോർണർ മാത്രമാവാം. അതേപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഇങ്ങനെ അല്ലേ? സെൻറ്ററും അതേപോലെ ടോപ്പ് റൈറ്റ് കോർണറിൻ്റെയും കോമ്പിനേഷൻസ് ആവാം, അല്ലെങ്കിൽ എല്ലാം നമുക്ക് ടോപ്പ് റൈറ്റ് കോർണർ ആവാം. അതേപോലെ ടോപ്പ് റൈറ്റ് കോർണർ ആവുമ്പോൾ സെയിം ഡയറക്ഷൻ ആവുമ്പോൾ ഇങ്ങനെ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആവുമ്പോൾ ഇങ്ങനെ നേരെ തിരിച്ചല്ലേ? സോ ഇതാണ് നമ്മുടെ പോസിബിലിറ്റി. ഇങ്ങനെ നമുക്ക് കിട്ടിയാൽ അല്ലേ, ഈ ഒരു രീതിയിലാണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ചൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് അതിനെ എലിമിനേറ്റ് ചെയ്യാം. സോ ഞാൻ ആദ്യത്തെ കൺക്ലൂഷനിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. എക്സ് ആൻഡ് ഇ ആണ്. എക്സ് ഇ ആണ്. അപ്പോൾ ഇവിടെ എനിക്കറിയാം സെയിം ഡയറക്ഷൻ ആണ് അല്ലേ? സെയിം ഡയറക്ഷൻ ആണ്. കൺക്ലൂഷൻ ആയാലും സ്റ്റേറ്റ്മെന്റ് ആയാലും രണ്ടും സെയിം. ഇവിടെ എക്സ് ടു ഇ ആണ്, ഇവിടെയും ഫോർവേഡ് ഡയറക്ഷനിൽ എക്സ് ടു ഇ ആണ്. അവിടെ ഡോളർ ആണ് വരേണ്ടത്, പക്ഷെ ഇവിടെ പെർസെൻറ്റേജ് ആണ്. സോ എനിക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കാൻ പറ്റും. മനസ്സിലായല്ലോ? ഇനി അഗെയിൻ ഞാൻ എക്സ് ടു ഇ എടുക്കുവാണ്, സെയിം ഡയറക്ഷൻ ആണ്. എക്സ് ടു ഇ ഞാൻ എടുക്കുവാണ്, സെയിം ഡയറക്ഷൻ ആണ്. എനിക്കിവിടെ ഡോളർ ആണ് കിട്ടേണ്ടത്. സോ ഡോളർ ഉണ്ട്. സോ ഇത് ശരിയാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനൊരു ഡോട്ട് ഇട്ട് വെച്ചു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കൺക്ലൂഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട, രണ്ടാമത്തെ കൺക്ലൂഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ? ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് അത് രണ്ടാമത്തെ കൺക്ലൂഷൻ നോക്കുമ്പോൾ നമുക്ക് അതിലേക്ക് വരാം. ഇപ്പം തൽക്കാലം ഞാൻ അവിടെ ഒരു ഡോട്ട് ഇട്ട് വെച്ചു. ഇനി അടുത്തത് എക്സും ഇയും ആണ്. എനിക്കറിയാം എനിക്ക് കിട്ടണം സെയിം ഡയറക്ഷൻ ആണ്. ഡയറക്ഷൻ ചെക്ക് ചെയ്തോളാം. എക്സ് ടു ഇ ആണ്, ഇവിടെയും എക്സ് ടു ഇ ആണ് അല്ലേ? ഫോർവേഡ് ഡയറക്ഷനിലാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ടിങ് ടു എൻഡ് ഈ ഡയറക്ഷനിലാണ് നമ്മൾ നോക്കേണ്ടത്. കൺക്ലൂഷനുമായിട്ട് സെയിം ഡയറക്ഷൻ ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ എക്സ് ടു ഇ ആണ്, എക്സ് ടു ഇ ആണ്. സോ ഡോളർ അല്ലെങ്കിൽ അറ്റ് ദ റേറ്റ് ആണ് കിട്ടേണ്ടത്. സോ ഇതിനെ നമുക്ക് ഒഴിവാക്കാം അല്ലേ? അതേപോലെ ഇവിടെ അഗെയിൻ എക്സ് ടു ഇ ആണ്, ഇവിടെ അറ്റ് ദ റേറ്റ് ആണ്. അറ്റ് ദ റേറ്റ് ആവുമ്പോൾ ശരിയാവില്ല. നമ്മൾ പറഞ്ഞു അറ്റ് ദ റേറ്റിൻ്റെയും ബോട്ടം റൈറ്റ് കോർണറിൻ്റെയും കോമ്പിനേഷൻസ് ആണ് വേണ്ടത് അല്ലേ? മിനിമം ഒരു ബോട്ടം റൈറ്റ് കോർണർ എങ്കിലും ഉണ്ടാവണം. സോ ഇതിനെയും നമുക്ക് ഒഴിവാക്കാം. സോ ഇവിടെ രണ്ട് പോസിബിലിറ്റിയേ ഉള്ളൂ. ഒന്നെങ്കിൽ ഓപ്ഷൻ 2 ആയിരിക്കാം. രണ്ടാമത്തെ കൺക്ലൂഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഓപ്ഷൻ 2 ആയിരിക്കാം, അല്ലെങ്കിൽ നൺ ഓഫ് ദീസ് ആയിരിക്കാം. സോ നമുക്ക് നോക്കാം രണ്ടാമത്തെ കൺക്ലൂഷൻ. രണ്ടാമത്തെ കൺക്ലൂഷൻ ഇവിടെ പെർസെൻറ്റേജ് ആണ്, y തൊട്ട് ഇ വരെയാണ് അല്ലേ? സെയിം ഡയറക്ഷൻ ആണ്. ഇവിടെയും y ടു ഇ ആണ്, ഇവിടെയും y ടു ഇ ആണ്. സോ നമ്മൾ പറഞ്ഞു പെർസെൻറ്റേജ് ആണ് വരേണ്ടതെങ്കിൽ, പെർസെൻറ്റേജ് ആണ് വരേണ്ടത് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ യെസ്, സെൻറ്ററിലുള്ള ആളും ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ആളുടെയും കോമ്പിനേഷൻസ് ആയിരിക്കണം. പക്ഷെ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ നിങ്ങൾക്ക് ബോട്ടം റൈറ്റ് കോർണറിലുള്ള ആളുണ്ട്. ബോട്ടം റൈറ്റ് കോർണറിലുള്ള ആളും പോരാത്തതിന് ബോട്ടം ലെഫ്റ്റ് കോർണറിലുള്ള ആളും ഒക്കെയാണുള്ളത്. സോ ഇതിനെയും നമുക്ക് ഒഴിവാക്കാം. സോ നൺ ഓഫ് ദീസ് ഈസ് മൈ ആൻസർ. മനസ്സിലായല്ലോ? ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ധാരണയുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഏകദേശം ഒരു 2-2.5-3 മണിക്കൂറോളം നമ്മൾ ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. 6 കണ്ടീഷൻസും അതേപോലെ അതിൽ ഓരോ കേസും അല്ലേ? ഡെഫിനിറ്റ്ലി ട്രൂ ആണെങ്കിൽ നമുക്ക് ഈ 5 ആൾ കിട്ടുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കൺക്ലൂഷനും സ്റ്റേറ്റ്മെൻറ്റും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ എങ്ങനെയാണ്? കൺക്ലൂഷനും സ്റ്റേറ്റ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള രീതിയിലുള്ള സകലമാന കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു 3-3.5 മണിക്കൂറോളമുള്ള ആ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ 3-4 വീഡിയോസ് ആയിട്ടായിരിക്കും നമ്മുടെ ആ ഒരു തിയറി പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിനിപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ഐഡിയ ഉള്ളത് കൊണ്ടാണ് ഞാനിത് ഇത്രയും ഈസി ആയിട്ട് ഞാൻ സോൾവ് ചെയ്ത്. ഇനി അതല്ല, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത പോലെ ഡോളർ, ഓക്കെ, ഡോളർ ആണെങ്കിൽ ഏതാണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. പെർസെൻറ്റേജ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ. ഇതിലുള്ള ഓരോ സിമ്പലിനും നിങ്ങളുടെ റെസ്പെക്റ്റീവ് സിമ്പൽ ഏതാണോ അത് കൊടുത്ത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും സോൾവ് ചെയ്യാം. പക്ഷേ കുറേ ടൈം നമ്മുടെ പോവും. ഈ ഒരു കോൺസെപ്റ്റ്, അതായത് ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? യെസ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നൺ ഓഫ് ദീസ്. 2 രീതിയിൽ ചെയ്താലും നമുക്ക് സെയിം ആൻസർ ആണ് കിട്ടുക. അതായത് നമ്മൾ നമ്മുടെ ഇനീക്വാലിറ്റിയുടെ സിമ്പിൾസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ ചെയ്താലും നമുക്ക് സെയിം ആൻസർ ആയിരിക്കും കിട്ടാൻ പോണേ.
ഇങ്ങനെ നമ്മൾ ചെയ്താലും നമുക്ക് സെയിം ആൻസർ കിട്ടും. ആ ഒരു മെത്തേഡിനേക്കാളും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും അഡ്വൈസബിൾ ആയ മെത്തേഡ്. യെസ്, അപ്പം ഞാൻ എന്തായാലും നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മുടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോണ ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ഒരു മെത്തേഡ് വെച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോണേ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Z star C V hash B. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാം. Z star B $C $D% F V hash F. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് Z star D $B star C @V hash F. മൂന്നാമത്തത് Z star B hash C %D star V $F. നാലാമത്തത് Z @B star D @C %V @F. Fifth option, none of these. നോക്കിക്കോളൂ. യെസ്, അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. നമുക്ക് കിട്ടേണ്ടത് എന്താണ്? നമുക്ക് കിട്ടേണ്ടത് ബോട്ടം ലെഫ്റ്റ് കോർണർ അല്ലേ? നമുക്ക് കിട്ടേണ്ടത് ഇവിടെ ഡെഫിനിറ്റ്ലി ട്രൂ ആണ്. ഡെഫിനിറ്റ്ലി ട്രൂ, നമുക്ക് ഡെഫിനിറ്റ്ലി ട്രൂ ആണ് കിട്ടേണ്ടത്. ഓക്കെ, യെസ്. അപ്പോൾ നോക്കിക്കോളൂ, നമുക്കിവിടെ കിട്ടേണ്ടത് ബോട്ടം ലെഫ്റ്റ് കോർണറും അതേപോലെ ടോപ്പ് ലെഫ്റ്റ് കോർണറുമാണ്. ടോപ്പ് ലെഫ്റ്റ് കോർണറാണ് ഇവിടെ എന്താണ്? നമുക്ക് ഡെഫിനിറ്റ്ലി ട്രൂ ആണ്. അപ്പോൾ കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് സെയിം ഡയറക്ഷൻ, കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ഇവിടെ എന്ത് വരും? ബോട്ടം ട്രയാങ്കിളിൻ്റെ, അതായത് ലോവർ ഹാഫ് ട്രയാങ്കിളിൻ്റെ കോമ്പിനേഷൻസ് ആയിരിക്കും മിനിമം വൺ ബോട്ടം ലെഫ്റ്റ് കോർണർ ഉണ്ടായിരിക്കണം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അപ്പർ ഹാഫ് ട്രയാങ്കിളിൻ്റെ കോമ്പിനേഷൻസ് ആയിരിക്കും. അപ്പം മിനിമം വൺ ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള ആൾ ഉണ്ടായിരിക്കണം. ഇവിടെ അതേപോലെ തന്നെ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അപ്പർ ഹാഫും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ലോവർ ഹാഫും ആയിരിക്കണം. ലെഫ്റ്റിലുള്ള ആൾ മിനിമം ഉണ്ടായിരിക്കണം. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിക്കോളൂ. സെഡും സിയും ആണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. സെഡും സിയും ആണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ സെഡും സിയും ആണ്. ഞാൻ ആദ്യം സെഡും സിയും കൺസിഡർ ചെയ്യുന്നത്. നോക്കിക്കോളൂ, സെഡും സിയും സെയിം ഡയറക്ഷൻ ആണ് അല്ലേ? കൺക്ലൂഷനിലും സെഡും സിയും ആണ്, സ്റ്റേറ്റ്മെൻറ്റിലും സെഡും സിയും ആണ്. നമുക്ക് കിട്ടേണ്ടത് ബോട്ടം ലെഫ്റ്റ് കോർണർ ആണ്. ബോട്ടം ലെഫ്റ്റ് കോർണർ സെയിം ഡയറക്ഷൻ ആകുമ്പം ലോവർ ഹാഫ് ട്രയാങ്കിൾ വന്നും ലോവർ ഹാഫ് ട്രയാങ്കിളിൻ്റെ കോമ്പിനേഷൻസ് ആയിരിക്കണം. എങ്ങനെ വേണമെങ്കിലും ആവാം ആ കോമ്പിനേഷൻ. മിനിമം വൺ ബോട്ടം ലെഫ്റ്റ് കോർണറിലുള്ള ആളായിരിക്കണം. സോ ഇവിടെ ലോവർ ഹാഫ് ട്രയാങ്കിളിൻ്റെ രണ്ട് സാധനമാണ് നമ്മുടെ സ്റ്റാറും അതേപോലെ നമ്മുടെ ഡോളറും. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷനാണ് നമുക്ക് കിട്ടിയ മിനിമം വൺ ബോട്ടം ലെഫ്റ്റ് കോർണറിലുള്ള ആളുണ്ട്. സോ ഇത് ശരിയാവാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കൺക്ലൂഷനും സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ അത് ശരിയാവും. ഇനി നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് സെഡും സിയും ഉണ്ട്. ഇവിടെ അതേപോലെ നോക്കിക്കോളൂ, സ്റ്റാറിൻ്റെയും ഡോളറിൻ്റെയും കോമ്പിനേഷൻ ആണ്. സോ ഇതും ശരിയാവാനുള്ള സാധ്യതയുണ്ട് അല്ലേ? സ്റ്റാറിൻ്റെയും ഡോളറിൻ്റെയും കോമ്പിനേഷൻ ആണ്. മിനിമം ഒരു സ്റ്റാർ ഉണ്ട്. സോ അതുകൊണ്ട് അത് ശരിയാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത് നിങ്ങൾ നോക്കിക്കോളൂ, ഇത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയ സിമ്പിൾസ് ആണ്. സോ നമുക്ക് ഡെഫിനറ്റ്ലി എന്നുള്ള ആ ഒരു കണ്ടീഷൻ നമുക്ക് അവിടെ സാറ്റിസ്ഫൈ ആവില്ല. സോ അതുകൊണ്ട് ഞാൻ അതിനെ ഒഴിവാക്കി. ഇനി ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ സെഡും സിയും ആണ്. ഇവിടെ സെൻറ്ററിലുള്ള ആളും സ്റ്റാറുമാണ്. അതായത് നമ്മുടെ ലോവർ ഹാഫ് ട്രയാങ്കിളിൻ്റെ ഇയാളും തമ്മിലാണ് കോമ്പിനേഷൻ. മിനിമം ഒരു ബോട്ടം ലെഫ്റ്റ് കോർണർ ഉള്ളത് കൊണ്ട് ഇതും ശരിയാവാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ കൺക്ലൂഷൻ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് 3 പോസിബിലിറ്റീസ് കിട്ടി അല്ലേ? 3 പോസിബിലിറ്റീസ് കിട്ടി. സോ രണ്ടാമത്തെ കൺക്ലൂഷൻ ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് സാറ്റിസ്ഫൈ ചെയ്താൽ അതായിരിക്കും നമ്മുടെ ആൻസർ, അല്ലെങ്കിൽ നൺ ഓഫ് ദീസ് ആയിരിക്കും അതിൻ്റെ ആൻസർ. അപ്പം ഞാൻ ഇനി എൻ്റെ രണ്ടാമത്തെ ഇത് ഞാൻ നോക്കാൻ പോവാണ്. രണ്ടാമത്തെ ഇത് ആരാണ്? വി ആൻഡ് ബി ആണ്. വി ആൻഡ് ബി ആണ്. ഇവിടെ നോക്കിക്കോളൂ, കൺക്ലൂഷനിലെ ഡയറക്ഷൻ വി ടു ബി ആണ്, സ്റ്റേറ്റ്മെന്റിലെ ഡയറക്ഷൻ എന്താണ്? ബി ടു വി ആണ് അല്ലേ? ഇവിടെ കൺക്ലൂഷനിൽ അവർ തന്ന ഡയറക്ഷൻ എന്താണ്? കൺക്ലൂഷനിൽ അവർ തന്ന ഡയറക്ഷൻ അത് വി ടു ബി ആണ്. വി ടു ബി ആണ്. സ്റ്റേറ്റ്മെന്റിൽ അവർ തന്ന ഡയറക്ഷൻ ബി ടു വി ആണ്. യെസ്. അപ്പം നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യേണ്ടത്? നമുക്കിവിടെ ആവശ്യം ആരാണ്? നമുക്കിവിടെ ആവശ്യം ഹാഷ് ആണ്. നമുക്കിവിടെ ആവശ്യം ഹാഷ് ആണ്. അതായത് ടോപ്പ് ലെഫ്റ്റ് കോർണർ ആണ് നമുക്ക് ആവശ്യം. ടോപ്പ് ലെഫ്റ്റ് കോർണർ ആണ് നമുക്ക് ആവശ്യം. നമ്മുടെ കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ ഏത് ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യേണ്ടത്? ലോവർ ഹാഫ് ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ലോവർ ഹാഫ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. മിനിമം 1 ബോട്ടം. നമ്മൾ ലോവർ ഹാഫ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ മിനിമം 1 ബോട്ടം ലെഫ്റ്റ് കോർണർ, അപ്പർ ഹാഫ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ മിനിമം 1 ടോപ്പ് ലെഫ്റ്റ് കോർണർ അല്ലേ? അപ്പം മിനിമം 1 ബോട്ടം ലെഫ്റ്റ് കോർണർ ഉണ്ടാവണം. മിനിമം 1 ബോട്ടം ലെഫ്റ്റ് കോർണർ ഉണ്ടാവണം. ലോവർ ഹാഫ് ട്രയാങ്കിളിന്റെ കോമ്പിനേഷൻസ് ആയിരിക്കണം. ഇവിടെ ഡോളർ ഉണ്ട്, പെർസെൻറ്റേജ് ഉണ്ട്. ഇവിടെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ്. സോ അതിനെ നമുക്ക് ഒഴിവാക്കാം. അതേപോലെ ഇവിടെ വന്നപ്പം ഇവിടെയും അങ്ങനെയാണ്. നോക്കിക്കോളൂ, ഇവിടെ ലോവർ ഹാഫ് ട്രയാങ്കിളിന്റെ കോമ്പിനേഷൻസ് ആണ്. സ്റ്റാറും അറ്റ് ദ റേറ്റും ആണ്. മിനിമം 1 ബോട്ടം ലെഫ്റ്റ് കോർണർ ഉണ്ട്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് അവർ ആൻസർ. നമുക്ക് നമ്മൾ ബാലൻസ് വെച്ച ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ നോക്കാം. ഇത് വി ആണ്, ഇത് ബി ആണ്. നോക്കിക്കോളൂ, ഇവിടെ എന്താണ്? ഇവിടെ ഓപ്പോസിറ്റ് കോർണേഴ്സിലുള്ളതാണല്ലേ, ഇങ്ങനെ ക്രോസ് ആയിട്ടുള്ളതാണ് സ്റ്റാറും പെർസെൻറ്റേജും. സോ അതിനെയും നമുക്ക് ഒഴിവാക്കാം. ഇൻഡെഫിനിറ്റ്ലി ട്രൂ അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ്ലി ഫാൾസിലാണ് ഇങ്ങനെ വെർട്ടിക്കലി ഓപ്പോസിറ്റോ അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പോസിറ്റ് കോർണേഴ്സിൽ വരുന്നത്. അല്ലെങ്കിൽ സിംപ്ലി ഫാൾസ് എന്ന് ചോദിച്ചാലും നമുക്ക് ചൂസ് ചെയ്യാം. അല്ലാത്തതിലൊക്കെ നമ്മൾ അതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം നൺ ഓഫ് ദീസും അല്ല ആൻസർ. നമ്മുടെ ഓപ്ഷൻ നമ്പർ 2 ആണ് ആൻസർ. സോ ഈ ഒരു ലോജിക്ക് വെച്ച് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ഹാഷ് ഡബ്ല്യു $y ഡെഫിനിറ്റ്ലി ട്രൂ. ഓക്കെ. എ അറ്റ് ദ റേറ്റ് y $C സ്റ്റാർ W ഹാഷ് E സ്റ്റാർ F. A at the rate y at the rate C percentage W hash E star F. A percentage y star C $W at the rate E star F. നാലാമത്തത് A hash y percentage C at the rate W star E star F. അഞ്ചാമത്തത് നൺ ഓഫ് ദീസ്. ഓക്കെ. അപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ നിങ്ങൾക്ക് എന്താണ് തന്നിട്ടുള്ളത്? എഫ് ഹാഷ് ഡബ്ല്യു ആണ്, W $y ആണ്. ഇതിനവർ ഒന്നിച്ചാണ് തന്നേക്കണേ. നമുക്കിതിന് രണ്ടായിട്ട് കൺസിഡർ ചെയ്യാം. എഫും വൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഹാഷാണ്. വൈ എന്താണ്? നമ്മുടെ ഡബ്ല്യുവും വൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡോളറാണ്. സോ നമുക്ക് നോക്കി തുടങ്ങാം. ഇവിടെ നമുക്ക് കിട്ടേണ്ടത് ഡെഫിനിറ്റ്ലി ട്രൂ ആണ്. ഇവിടെയും നമുക്ക് കിട്ടേണ്ടത് ഡെഫിനിറ്റ്ലി ട്രൂ ആണ്. സോ നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് ടോപ്പ് ലെഫ്റ്റ് കോർണർ ആണ് കിട്ടിയത്. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അപ്പർ ഹാഫ് ട്രയാങ്കിളിന്റെ കോമ്പിനേഷൻസും മിനിമം 1 ടോപ്പ് ലെഫ്റ്റ് കോർണർ അല്ലേ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ലോവർ ഹാഫ് ട്രയാങ്കിളും മിനിമം 1 ബോട്ടം ലെഫ്റ്റ് കോർണർ. സോ ഫസ്റ്റ് 1 നോക്കാം. എഫും ഡബ്ല്യു ആണ്. എഫ് ആൻഡ് ഡബ്ല്യു നോക്കിക്കോളൂ, രണ്ട് സിമ്പിൾ ഉണ്ട്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ്. സോ നമുക്കതിനെ ഒഴിവാക്കാം.
അതേപോലെ ഇവിടെ എഫും ഡബ്ല്യുവും രണ്ട് സിമ്പൽ ഉണ്ട്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ്, അതിനെയും നമുക്ക് ഒഴിവാക്കാം. എഫും ഡബ്ല്യുവും ഇവിടെ സെയിം ഡയറക്ഷൻ അല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് അല്ലെ. കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ ലോവർ ഹാഫ് ട്രയാങ്കിളുടെ കോമ്പിനേഷൻ ആയിരിക്കണം, മിനിമം 1 ബോട്ടം ലെഫ്റ്റ് കോർണർ ആവണം. ഇത് ശരിയാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെയാണ് ഇവിടെയും നമ്മുടെ ലോവർ ഹാഫ് ട്രയാങ്കിളിന്റെ കോമ്പിനേഷൻസ് ആണ് മിനിമം 1 ബോട്ടം ലെഫ്റ്റ് കോർണർ ഉണ്ടെങ്കിൽ ഇതാവാനുള്ള സാധ്യതയുണ്ട്. സോ ഇത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം രണ്ടാമത്തെ കൺക്ലൂഷനെ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് എന്ത് ചൂസ് ചെയ്യാം, അതാണ് നമ്മുടെ ആൻസർ എന്ന് ചൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ ഓപ്ഷൻ നൺ ഓഫ് ദീസ് ആണ്. സോ ഇനി ഞാൻ രണ്ടാമത്തെ ആളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നോക്കിക്കോളൂ, ഡബ്ല്യുവും വൈ ആണ്. അപ്പോൾ വൈയും ഡബ്ല്യു ആണ്. വൈയും ഡബ്ല്യു എന്ന് പറയുമ്പം എനിക്കിവിടെ കിട്ടേണ്ടത് ഡോളർ എന്താണ്, ഡബ്ല്യു ടു വൈ ഡയറക്ഷൻ ആണ്. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, വൈ ടു ഡബ്ല്യു ആണ്. സോ ഇവിടുത്തെ കോമ്പിനേഷൻസ് എന്തായിരിക്കണം, പെർസെൻറ്റേജും അറ്റും ആയിരിക്കണം. മിനിമം 1% എങ്കിലും ഉണ്ടാവണം. ഇവിടെ എന്താണ്, ഇത് നമുക്ക് ഒഴിവാക്കാം. നമ്മുടെ ഓപ്പോസിറ്റ് കോർണേഴ്സിലുള്ളതാണ് നമുക്ക് കിട്ടിയത്. ഓപ്പോസിറ്റ് കോർണേഴ്സിലുള്ളതല്ല, നമ്മുടെ ഹൊറിസോണ്ടലി ഓപ്പോസിറ്റ് ആണ്. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ആവശ്യം ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇതാണ് നമുക്ക് ആവശ്യം അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു പെർസെൻറ്റേജിൻ്റെയും അറ്റിൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കണം, മിനിമം 1% ഉണ്ടായിരിക്കണം. 4th one ഈസ് മൈ ആൻസർ. നൺ ഓഫ് ദീസ് അല്ല എൻ്റെ ആൻസർ. മനസ്സിലായല്ലോ? യെസ്. സോ ഇത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് റിവേഴ്സ് കോഡഡ് ഇൻഈക്വാലിറ്റീസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇത്രയും ഈസി ആയി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3.5 hours ആ ഒരു ലെങ്തി ആയ ഒരു ഡീറ്റെയിൽഡ് ആയ ഒരു ഡിസ്കഷൻ നമ്മൾ നടത്തിയത്. യെസ്. നിങ്ങളുടെ പ്രിലിമിനറിയിൽ ചോദിച്ചില്ല, മെയിൻസിലാണ് ചോദിക്കണതെങ്കിലും യെസ്, യു ക്യാൻ അപ്ലൈ ഓൾ ദീസ് ട്രിക്സ് ടു സോൾവ് ദി ആൻസർ or to solve the question or to find the answer easily. Okay. A percentage B D star F അല്ലേ? ഓക്കെ. ഇവിടെ ഡെഫിനിറ്റ്ലി ഫോൾസ് ആണ്. ഇവിടെ എന്താണ്? ഡെഫിനിറ്റ്ലി ഫോൾസ് ആണ്. A percentage B percentage C star D $E hash F. ഇതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തത് A star B percentage C @ D $E $F. മൂന്നാമത്തത് A percentage B percentage C @ D *E *F. നാലാമത്തത് A percentage B @ C $D @E *F. അഞ്ചാമത്തത് none of these. ഓക്കെ. ഇവിടെ എന്താണ്? ഡെഫിനിറ്റ്ലി ഫോൾസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ഡെഫിനിറ്റ്ലി ഫോൾസ് ആണ്. ഡെഫിനിറ്റ്ലി ഫോൾസ് ആവുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സിമ്പിൾസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം അല്ലേ. അതായത് നോക്കിക്കോളൂ, നമുക്കിവിടെ കിട്ടേണ്ടത് പെർസെൻറ്റേജ് ആണ്. പെർസെൻറ്റേജ് കിട്ടണം എന്ന് പറയുമ്പോൾ ലോവർ ഹാഫ് ട്രയാങ്കിൾ അതായത് സ്റ്റാറിൻ്റെയും @ൻ്റെയും ഡോളറിൻ്റെയും കോമ്പിനേഷൻസ് ആവാം. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് ആണ് കിട്ടേണ്ടത്. സോ ലോവർ ഹാഫ് ട്രയാങ്കിളിൻ്റെ ഏത് കോമ്പിനേഷൻസും നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. ഇതെപ്പോഴാണ്? കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അപ്പർ ഹാഫ് ട്രയാങ്കിളിൻ്റെ കോമ്പിനേഷൻസ് ആയിരിക്കും. എപ്പോൾ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ. ഇവിടെയും അതേപോലെ തന്നെ നമുക്ക് കിട്ടേണ്ടത് സ്റ്റാർ ആണ്.
സോ നമുക്ക് കിട്ടേണ്ടത് സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റാർ കിട്ടേണ്ട സിറ്റുവേഷനിൽ അപ്പർ ഹാഫ് ട്രയാങ്കിളിൻ്റെ കോമ്പിനേഷൻ ആണ് അറ്റ് ദ റേറ്റും പെർസെൻറ്റേജും. ഇത് സ്റ്റാർ കിട്ടേണ്ട സമയത്ത്, ഇത് പെർസെൻറ്റേജ് കിട്ടേണ്ട സമയത്ത്, ഇത് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ യെസ്. ഇവിടെ പെർസെൻറ്റേജ് ആണല്ലേ. അപ്പോൾ പെർസെൻറ്റേജ് ആകുമ്പം നമുക്ക് ഇത് രണ്ടും ഒഴിവാക്കാം, അത് വേണ്ട. പെർസെൻറ്റേജ് നമ്മുടെ ഈ സ്റ്റാറിൻ്റെയും അറ്റ് ദ റേറ്റിൻ്റെയും കോമ്പിനേഷൻ, സ്റ്റാറിൻ്റെയും അറ്റ് ദ റേറ്റിൻ്റെയും അല്ലെങ്കിൽ ഹാഷിൻ്റെയും അറ്റ് ദ റേറ്റിൻ്റെയും കോമ്പിനേഷൻ. ഒരു കാര്യം, ഇവിടെ മിനിമം 1 സ്റ്റാർ ഉണ്ടാവണം, ഇവിടെ മിനിമം 1 ഹാഷ് ഉണ്ടാവണം അല്ലേ? യെസ്. അതേപോലെ ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമുക്കിങ്ങനെ കിട്ടും. ഓക്കെ, ഇവിടെ അങ്ങനെ നമുക്ക് കണ്ടീഷൻസ് ഒന്നുമില്ല, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നോക്കിക്കോളൂ. യെസ്, അപ്പോൾ നമുക്കിനി നോക്കാം. അതായത് നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ എന്തിൻ്റെ കോമ്പിനേഷൻസ് ആണ് വേണ്ടത്, മിനിമം ഒരെണ്ണമെങ്കിലും ഉണ്ടാവേണ്ടത് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനും അതായത് കൺക്ലൂഷനിലുള്ള സിമ്പലും ഡെഫിനറ്റ്ലി ആ ഒരു കണ്ടീഷനൊക്കെ വെച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ നോക്കുക ആ രീതിയിലാണോ എന്നുള്ളത് നോക്കിക്കോളൂ. നമ്മുടെ എയും ബിയും ആണ്. പെർസെൻറ്റേജ് നമുക്ക് ഡെഫിനറ്റ്ലി ഫാൾസ് ആണ് കിട്ടേണ്ടത്, സെയിം ഡയറക്ഷൻ ആണ്, ഡെഫിനറ്റ്ലി ഫാൾസ് ആണ് കിട്ടേണ്ടത്. സോ ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ എയും ബിയും നമ്മൾ പറഞ്ഞു സെയിം ഡയറക്ഷൻ ആണെങ്കിൽ സ്റ്റാറിൻ്റെയും അറ്റ് ദ റേറ്റിൻ്റെയും ഡോളറിൻ്റെയും കോമ്പിനേഷൻസ് ആവാം, മിനിമം ഒരു സ്റ്റാർ ഉണ്ടായിരിക്കണം. സോ ഇത് ശരിയാവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ രണ്ടും പെർസെൻറ്റേജ് ആണ്. സോ ഇത് രണ്ടും നമുക്ക് ഒഴിവാക്കാം അല്ലേ? രണ്ടും ഇവിടെ പെർസെൻറ്റേജും തന്നെ തന്നിട്ടുണ്ട്. സോ അത് രണ്ടും നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ, നമുക്ക് ഒന്നെങ്കിൽ ഓപ്ഷൻ 2 ആയിരിക്കും, അല്ലെങ്കിൽ നൺ ഓഫ് ദീസ് ആയിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ രണ്ടാമത്തെ കൺക്ലൂഷൻ നോക്കാൻ പോവാണ്. ഡിയും എഫും ആണ്. ഡിയും എഫും ആവുമ്പോൾ നമ്മൾ പറഞ്ഞു സെയിം ഡയറക്ഷൻ ആണ്. സെയിം ഡയറക്ഷൻ ആണ് ഡി ആൻഡ് എഫ് അല്ലേ? ഡി ആൻഡ് എഫ് ഡോളർ ആണോ? യെസ്, ഡി സ്റ്റാർ എഫ് ആണ് വേണ്ടത്. യെസ്, നമുക്ക് സെയിം ഡയറക്ഷൻ ആവുമ്പോൾ നമുക്ക് എന്തിൻ്റെ കോമ്പിനേഷൻസ് ആണ് നമുക്ക് വേണ്ട? സെയിം ഡയറക്ഷൻ ആവുമ്പം ഹാഷിൻ്റെയും അറ്റ് ദ റേറ്റിൻ്റെയും പെർസെൻറ്റേജിൻ്റെയും കോമ്പിനേഷൻസ് ആണ് വേണ്ടത്. സോ നമുക്ക് ഇതിനെയും ഒഴിവാക്കാം. സോ എന്താണ് എൻ്റെ ആൻസർ? നൺ ഓഫ് ദീസ് ആണ് എൻ്റെ ആൻസർ. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമുക്കിത് മാറ്റാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. $C$E or $B%E definitely true. $C$E or $B%E definitely true. or വേണ്ട, ഒരു കാര്യം ചെയ്യാം. ഇവിടെ നമുക്ക് not definitely true നോക്കാം. not definitely true. okay. A*B $C at the rate D %E hash F അല്ലേ? രണ്ടാമത്തത് A*B $C %D %E *F. മൂന്നാമത്തത് A#B $C $D at the rate E hash F. നാലാമത്തത് A*B %C at the rate D *E *F. അഞ്ചാമത്തത് none of these.
ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോട്ട് ഡെഫിനിറ്റ്ലി ട്രൂ ആണ് അല്ലേ? നോട്ട് ഡെഫിനിറ്റ്ലി ട്രൂ ആണ്. നോക്കിക്കോളൂ, നമ്മുടെ ആദ്യത്തെ ആൾ ആരാണ്? സിയും ഇയും ആണ്. നോട്ട് ഡെഫിനിറ്റ്ലി ട്രൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് നോട്ട് ഡെഫിനിറ്റ്ലി ട്രൂ ആവുമ്പോൾ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയ സിമ്പിൾസ് ഉണ്ടെങ്കിൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കോർണർ വൈസ്, അങ്ങനെ കോർണർ വൈസ് ഓപ്പോസിറ്റ് ആണെങ്കിൽ നമുക്കത് ചൂസ് ചെയ്യാം. അല്ലാത്തതിനൊക്കെ അതേപോലെ പിന്നെ നമുക്ക് എന്ത് ചൂസ് ചെയ്യാം? ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പോൾ ആരാണ് നമുക്ക് കിട്ടേണ്ടത്? ഇവിടെ നമുക്ക് കിട്ടേണ്ടത് ഡോളറാണ്. സോ ഇവിടെ ഡോളർ കിട്ടേണ്ട സ്ഥലത്ത് നമുക്ക് എന്ത് കോമ്പിനേഷൻസ് കൊടുക്കാം? നമുക്ക് സ്റ്റാറിൻ്റെയും അറ്റ് ദ റേറ്റിൻ്റെയും കോമ്പിനേഷൻസ് കൊടുക്കാം. സ്റ്റാറിൻ്റെയും അറ്റ് ദ റേറ്റിൻ്റെയും കോമ്പിനേഷൻസ് കൊടുക്കാം. എല്ലാം സ്റ്റാർ ആയാലും നോട്ട് ഡെഫിനിറ്റ്ലി ട്രൂയിൽ വരും, അല്ലെങ്കിൽ എല്ലാം അറ്റ് ദ റേറ്റ് ആയാലും നോട്ട് ഡെഫിനിറ്റ്ലി ട്രൂയിൽ വരും, അല്ലെങ്കിൽ സ്റ്റാറിൻ്റെയും അറ്റ് ദ റേറ്റിൻ്റെയും കോമ്പിനേഷൻസ് വന്നാലും നമുക്ക് നോട്ട് ഡെഫിനിറ്റ്ലി ട്രൂ വരും. അല്ലെങ്കിൽ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയിരിക്കണം, ഓറൽസ് എന്താണ്? കോർണർ വൈസ് ഓപ്പോസിറ്റ് ആയിരിക്കണം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ സെയിം ഡയറക്ഷൻ ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. പെർസെൻറ്റേജ് ആണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. നമുക്ക് കിട്ടേണ്ട ഡോളർ എന്താണ്? നമുക്ക് കിട്ടേണ്ട ഡോളർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് അല്ലേ? നമുക്ക് കിട്ടേണ്ട ഡോളർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഇവിടെ ഗ്രേറ്റർ ദാൻ ആണ് കിട്ടിയതെങ്കിൽ ഈ കൺക്ലൂഷൻ റോങ് ആണ്. ഇവിടെ ഗ്രേറ്റർ ദാൻ ആണ് കിട്ടിയതെങ്കിൽ ഈ കൺക്ലൂഷൻ റോങ് ആണ്. പക്ഷേ ഇവിടെ നമുക്ക് ഈക്വൽ സൈൻ ആണ് കിട്ടണതെങ്കിൽ ഈ കൺക്ലൂഷൻ്റെ ഒരു പാർട്ട് എന്തായി? കറക്റ്റായി അല്ലേ? ഈ ഒരു കൺക്ലൂഷൻ നമുക്ക് കിട്ടിയത് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഇവിടെ ലെസ് ദാനോ അല്ലെങ്കിൽ ഈക്വൽ ടു ആണോ? സോ അത് റോങ് ആണ്. നമുക്കിവിടെ കിട്ടിയത് ഈക്വൽ ആണെങ്കിൽ ഇവിടെ ഈക്വൽ ആവാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് നമുക്കൊരു പോസിബിലിറ്റി ഉണ്ട്. സോ നമുക്കിതിനെ എന്താ പറയുക? ഡെഫിനിറ്റ്ലി ഫാൾസ് എന്നുള്ളൊരു കാറ്റഗറിയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഡെഫിനിറ്റ്ലി ഫാൾസ് എന്നോ അല്ലെങ്കിൽ ഡെഫിനിറ്റ്ലി ട്രൂ എന്നോ ഉള്ളൊരു കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. നോട്ട് ഡെഫിനിറ്റ്ലി ട്രൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, കാരണം ഈക്വൽ സൈൻ ഉള്ളതുകൊണ്ട്. ഓക്കെ, യെസ്. ഇനി രണ്ടാമത്തത് നമുക്ക് നോക്കാം. സിയും ഇയും ആണ്. ഇതും അതേപോലെ തന്നെ നമുക്ക് പറയാം. അതേപോലെ മൂന്നാമത്തെ ആൾ ഇവിടെ ഡോളറാണ്. സോ നമുക്ക് ഡെഫിനിറ്റ്ലി ട്രൂ കിട്ടും, അതിന് നമുക്ക് ഒഴിവാക്കാം. നാലാമത്തെ ആളെയും നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ? കാരണം നമുക്കിവിടെ ലെസ് ദാൻ, നമുക്കിവിടെ സ്റ്റാർ കിട്ടും. സോ അതൊരു പോസിബിലിറ്റിയാണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത ആൾ ആരാണ്? ബിയും ഇയും ആണ്. ഇത് ബി ആണ്, ഇത് ഇ ആണ്. ഈ രണ്ട് സിമ്പലും എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ്. സോ നോട്ട് ഡെഫിനിറ്റ്ലി ട്രൂ ആവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഇവിടെയും ബിയും ഇയും ആണ്. ബിയും ഇ എന്ന് പറയുമ്പോൾ നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് കിട്ടണത് എന്താണ്? ഇവിടെ നമുക്ക് കിട്ടണത് ഗ്രേറ്റർ ദാൻ ആണ്. സോ അവിടെ നമുക്ക് ഒരു പോസിബിലിറ്റി പോലും ഇല്ല നോട്ട് ഡെഫിനിറ്റ്ലി ട്രൂ എന്ന് പറയാൻ. സോ നമുക്ക് അതിനെ ഒഴിവാക്കാം. അല്ലല്ല, ഇവിടെ പെർസെൻറ്റേജ് ആണ് വേണ്ടത് അല്ലേ? യെസ്. അപ്പോൾ ഇതും നമുക്ക് നോട്ട് ഡെഫിനിറ്റ്ലി ട്രൂ എന്നുള്ളൊരു കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. മൂന്നാമത്തെ നമ്മൾ നോക്കുമ്പോൾ ബിയും ഇയും ആണ്. ബിയും ഇയും ആവുമ്പോൾ സിമ്പിൾ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ ഇവിടെ നമുക്ക് 3 നോട്ട് ഡെഫിനിറ്റ്ലി ട്രൂ ഉണ്ട്. ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി, അതുകൊണ്ടാണ് നമുക്കിങ്ങനെ 3 ആൻസർ കിട്ടിയത്. എക്സാമിനേഷനിൽ നമുക്കിങ്ങനെ 3 ആൻസർ കിട്ടില്ല. ഇത് 3ഉം നമുക്ക് നോട്ട് ഡെഫിനിറ്റ്ലി ട്രൂ ആവാൻ സാധ്യത ഉള്ളതാണ്. മനസ്സിലായല്ലോ? യെസ്. So that's all about coded reverse inequalities. Yes. അപ്പോൾ നമ്മുടെ റിവേഴ്സ് ഇന്നീക്വാലിറ്റീസ് അല്ലേ? നമ്മുടെ റിവേഴ്സ് ഇന്നീക്വാലിറ്റീസ് എന്നുള്ള ഈ ഒരു സെഷൻ, ലെങ്തി ആയ ഒരു സെഷനാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു സെഷനിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഫില്ലേഴ്സ് ഡിസ്കസ് ചെയ്തു. റിവേഴ്സ് ഇന്നീക്വാലിറ്റീസ് വന്നാൽ നമ്മൾ എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കേണ്ടത്, 6 കണ്ടീഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓരോ കണ്ടീഷൻസിലും നമ്മുടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഓരോ കണ്ടീഷൻസും ഏതൊക്കെ സിമ്പിൾസും കാര്യങ്ങളൊക്കെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ നമ്മൾ കോഡഡ് റിവേഴ്സ് ഇന്നീക്വാലിറ്റീസ് നമ്മൾ എങ്ങനെയാണ് ഈസി ആയിട്ട് സോൾവ് ചെയ്യേണ്ടതെന്നുള്ള ഒരു 3 മണിക്കൂറോളമുള്ള ഒരു തിയറി, ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു.
നമ്മൾ ഒരൊറ്റ പ്രോബ്ലം ഒരു 4-5 ആ ഒരു പ്രോബ്ലം വെച്ചിട്ട് ഒരു 4-5 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മെയിൻസിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ തിയറി ഞാൻ ഒന്നും കൂടെ അവിടെ ഡിസ്കസ് ചെയ്യില്ല, കാരണം ഈ തിയറി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ മെയിൻസിൻ്റെ സിലബസും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യണ സമയത്ത് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് നോക്കാം. യെസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ഇവിടെ എന്താ പറയുക, നമ്മുടെ ഈ ഒരു നമ്മുടെ ഇൻഈക്വാലിറ്റീസ് എന്നുള്ളൊരു ചാപ്റ്റർ റീസണിങ് പേപ്പറിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു സിലജിസം. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയതായിരുന്നു ഇൻഈക്വാലിറ്റീസ് അല്ലേ. ഇൻഈക്വാലിറ്റീസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എന്താണ് ഇൻഈക്വാലിറ്റീസ്, അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താ, ഡെഫിനിറ്റ് എന്താ, ഇൻഡെഫിനിറ്റ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്, നമ്മൾ ബേസിക് പ്രോബ്ലംസ് നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു 80-90ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് കോഡഡ് ഇൻഈക്വാലിറ്റീസ്, അതിൻ്റെ കോൺസെപ്റ്റും ഓരോരോ സിമ്പലിനും അവരെങ്ങനെയൊക്കെയാണ് അവർ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ കോഡ് മാറ്റി എഴുതാം, മാജിക്കൽ ബോക്സ് വെച്ച് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള ഈസി ആയ കാര്യങ്ങൾ ഒരു 10-20-25ഓളം ക്വസ്റ്റ്യൻസ് നമ്മളതിൽ, അതായത് ഈ ഒരു കോഡ് അടക്കം കോഡ് വരുന്ന പോലെ ഒരു 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓരോ കോഡിൻ്റെ ഉള്ളിലും 3-4 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ മൊത്തം ഒരു 60ഓളം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 50 ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെയാണ് നമ്മൾ റിവേഴ്സ് ഇൻഈക്വാലിറ്റീസ് സ്റ്റാർട്ട് ചെയ്ത്. റിവേഴ്സ് ഇൻഈക്വാലിറ്റീസിൽ നമ്മൾ ഫില്ലേഴ്സും അതേപോലെ റിവേഴ്സ് ഇൻഈക്വാലിറ്റീസ് ആ സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടുപിടിക്കുന്നതൊക്കെ ഡിസ്കസ് ചെയ്തു. റിവേഴ്സ് കോഡഡ് ഇൻഈക്വാലിറ്റീസ് അപ്പം അങ്ങനെ ഇൻഈക്വാലിറ്റീസിലുള്ള 99% കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരൊറ്റ കാര്യം കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്, അതായത് നോട്ട് ഈക്വൽ ടു. നമ്മുടെ എക്സാമിനേഷനിൽ അവർ നോട്ട് ഈക്വൽ ടു ചോദിച്ചാൽ നമ്മൾ അത്തരം ക്വസ്റ്റ്യൻസ് നമുക്കൊരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിനെ ബേസ് ചെയ്ത് മനസ്സിലാക്കാനുണ്ട്. ഇനി ആ ഒരു കുഞ്ഞു കാര്യം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. സോ നമുക്കത് നെക്സ്റ്റ് സെഷനിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം അല്ലേ. ഒരു സെപ്പറേറ്റ് ആയ ഒരു ½ an hour അല്ലെങ്കിൽ ഒരു 45 minutes ഒരു 1 hourലുള്ള ഒരു സെഷൻ നമുക്ക് കണ്ടക്ട് ചെയ്ത് നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു റിവേഴ്സ് ഇൻഈക്വാലിറ്റീസ് എന്നുള്ള ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ. യെസ്, നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടും എൻട്രൻസ് എക്സാമിനേഷൻ, മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള സെഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസിൻ്റെ സെഷൻസ് നമ്മൾ കുറച്ചൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ എന്നാലും നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ യെസ്, അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ബാങ്ക് എക്സാമിനേഷൻ്റെ ആരെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ യെസ്, തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. റെഗുലറായിട്ട് നമ്മുടെ ഈ ഒരു ചാനലിലെ വീഡിയോസ് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ബാങ്ക് എക്സാമിനേഷൻ ആയാലും എൻട്രൻസ് എക്സാമിനേഷൻസ് ആയാലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു സ്റ്റുഡൻറ്റ് പോയി പഠിക്കുമ്പം അവിടെ അവർക്ക് എന്ത് ക്വാളിറ്റിയിലാണോ നോളജ് പ്രൊവൈഡ് ചെയ്യുന്നത്, ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യണേ, അത്രയും ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ അതിനേക്കാളും നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ശ്രമിക്കണേ. കുറേയൊക്കെ അതിന് പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ യെസ്, കോമൻറ്റ് സെക്ഷനിൽ വന്ന് പറഞ്ഞാൽ മതി. നമുക്ക് പതുക്കെ 1 by 1 ആയി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. എൻ്റെ മനസ്സിലും കുറേ ഐഡിയാസ് ഉണ്ട്. സോ ഉടനെ നടക്കില്ല, കാരണം നമുക്ക് ആദ്യം നമ്മുടെ കുറച്ച് പോർഷൻസും കാര്യങ്ങളൊക്കെ കവർ ചെയ്യാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ അല്ലേ, നമ്മുടെ ടെസ്റ്റ് ആയാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ലൈബ്രറി ആയാലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. നമുക്കത് പതുക്കെ നമുക്ക് ചെയ്യാം. യെസ്, അപ്പം നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണതെങ്കിൽ യെസ്, പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പം നെക്സ്റ്റ് സെഷനിൽ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.